ഹലോ കൂട്ടുകാരെ, പുടി വേദിക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടാത്തമരാട്ടോ. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മൾ വരേനെ പിടിക്കുക കേട്ടോ, മണ്ണിരേനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഹലോ കൂട്ടുകാരെ, പുടി വേദിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ മീൻ പിടിക്കാൻ പോകണം. ഇവരാണ് കുറേ മീനുകൾ. ഇവിടെ നല്ല വെള്ളമായിട്ട് നല്ല വെള്ളമായിരിക്കും, മീനുകളെല്ലാം ഉണ്ട്. അതുകൊണ്ടായിരിക്കും മീനുകൾ. അപ്പോൾ നമ്മുടെ ശാമികമ്മയുടെ ഇൻട്രോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണിരേനൊക്കെ കുത്തി ചൂണ്ടയൊക്കെ എടുത്ത് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പം കല്ലറയ്ക്ക് പോകുന്ന ആ റൂട്ടാക്കി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ മണ്ണിരേനൊക്കെ കുത്തി സെറ്റാക്കി ചൂണ്ടയിടുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ചൂണ്ട കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചൂണ്ടയൊക്കെ വാങ്ങി ചൂണ്ടയൊക്കെ റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മരത്തിലൊരു കാ കിടക്കുന്ന കണ്ട്. അപ്പോൾ ഇതെന്ത് മരമാണെന്ന് നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കാ കാണാൻ വേണ്ടി. ആത്തച്ചക്കയുടെയൊക്കെ പോലെ ഇരിക്കും, പക്ഷേ അത് ആത്തക്കയാണ്. നാട്ടിലുണ്ടാകുന്ന ആത്തക്കയല്ല, നമ്മൾ കഴിക്കുന്ന ആത്തക്കയല്ല, കാട്ടിലെ കാട്ടാത്ത എന്നാണ് നമ്മുടെ അടുത്ത് നിന്നൊരു ചേട്ടൻ അതിൻ്റെ പേര് പറഞ്ഞത്. കാണാൻ നല്ല ശരിക്കും നമ്മുടെ ആത്തക്ക പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് ഇത് നമ്മൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ, അത് കാട്ടാത്തയാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് അവിടെ എല്ലാം ഒന്ന് നല്ല രസമായിരുന്നു അവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് മീനൊക്കെ ആ സ്ഥലത്തുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറം അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം നെൽപ്പാടമാണ്. നെൽപ്പാടത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ മീൻ പിടിക്കുന്ന സ്ഥലമേ. പാടത്തിൻ്റെ ഇടയിൽ കുറച്ച് വരമ്പൊക്കെ ഉണ്ട്. അപ്പം വരമ്പിൽ കൂടെ നമ്മളിങ്ങനെ നടക്കും കേട്ടോ. അപ്പം ഒരു സൈഡിലും നിറയെ നെൽപ്പാടവും പിന്നെ അപ്പുറത്തെ സൈഡിൽ തോടും അങ്ങനെ കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ നിന്നാണ് നമ്മൾ മീനൊക്കെ പിടിക്കുന്നത്. വലിയ പുഴയൊന്നുമല്ല കേട്ടോ, ചെറിയ ചെറിയ തോടാണ്. അപ്പോൾ ഇത് നമ്മുടെ മാതളനാരം, അനാർമരം കേട്ടോ. അതിൽ നിറച്ച് ചെറിയ ചെറിയ കുഞ്ഞ് മാതളനാരവും പിന്നെ അതിൻ്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന നമ്മുടെ പാടം കണ്ടില്ല എല്ലാ കൂട്ടുകാരും. നല്ല ഭംഗിയാട്ടോ, നിറയെ നെല്ലിങ്ങനെ നിറഞ്ഞ് പച്ച പിടിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. നമ്മൾ വൈകുന്നേരമാണ് മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൻ്റെ പേര് ചില സ്ഥലങ്ങളിൽ ഇതിന് പൂച്ചപ്പഴം പിന്നെ വേറെ ഒരു പേരും കൂടെ പറയും, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല കേട്ടോ. ഇത് കഴിക്കുന്ന സാധനമാണ്. ഇത് കഴിക്കുമ്പം നല്ല ഔഷധ ഗുണമുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ കഴിക്കാൻ നോക്കിയപ്പോൾ പഴുത്തതൊന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ, എല്ലാം പച്ചയായിരുന്നു. പഴുത്തത് കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് നമ്മൾ മീൻ പിടിക്കുന്ന ആ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്ന് കുറച്ചങ്ങ് മാറി എത്തിയിട്ടോ. കണ്ടില്ല എന്താ ഭംഗിയെന്നറിയാവോ. ഈ പാലം കയറി ഇപ്പുറത്ത് വന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അപ്പുറത്ത് കാണുന്ന എല്ലാം വലിയ തോടുകളൊക്കെ ആട്ടോ, നിറയെ മീനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ നമ്മളങ്ങോട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. നമ്മൾ ഈ വരമ്പിൽ കൂടി അങ്ങേ അറ്റത്തോട്ടാണ് മീൻ പിടിക്കാൻ പോയത്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മീൻ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാവേ. അപ്പം മീൻ പിടിക്കുന്നതൊക്കെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്മുടെ കുഞ്ഞു വീഡിയോയുടെ ലെന്ത് ഇച്ചിരി കൂടി പോകുമല്ലോ എന്ന് വിചാരിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇനി എല്ലാ കൂട്ടുകാരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക്